നമ്മൾ തെർമോഡൈനാമിക്സിൻ്റെ ലാസ്റ്റ് ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഇതുവരെ നമ്മൾ കണ്ട സാധനങ്ങളുടെയൊക്കെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്നാണ് നമ്മൾ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി സൂചിപ്പിച്ച ശേഷം നമ്മൾ അതിലേക്ക് പോകും. ഒന്നാമത്തത് റിവേഴ്സിബിൾ പ്രോസസ്സാണ്. നമ്മൾ റിവേഴ്സിബിൾ റിയാക്ഷൻസ് ഒക്കെ കെമിസ്ട്രിയിൽ കേട്ടിട്ടുണ്ട്. റിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ തന്നെ തിരിച്ചു പോകാവുന്നത് എന്നുള്ള അർത്ഥമാണല്ലോ അതിനുള്ളത്. അപ്പോൾ എന്താണ് ഒരു തെർമോഡൈനാമിക് പ്രോസസ്സ് എപ്പോഴാണ് റിവേഴ്സിബിൾ ആണെന്ന് പറയുക? സിസ്റ്റവും സറൗണ്ടിങ്സിലും ഒരു മാറ്റവും ഇല്ലാതെ ആദ്യത്തെ അതേ കണ്ടീഷനിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ ആ പ്രോസസ്സിനെ, ആ തെർമോഡൈനാമിക് പ്രോസസ്സിനെ നമുക്ക് റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയാം. കണ്ടോ, ടേൺഡ് ബാക്ക്. ഇഫ് ദ പ്രോസസ് ക്യാൻ ബി ടേൺഡ് ബാക്ക് വിത്ത് നോ ചേഞ്ച് ഇൻ ബോത്ത് ദ സിസ്റ്റം ആൻഡ് ദ സറൗണ്ടിങ്സ്. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ എന്ത് പറയുക? റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയാം. എന്തൊക്കെയാണ് റിവേഴ്സിബിൾ പ്രോസസ്സ് ആവാനുള്ള കണ്ടീഷൻസ്? എങ്ങനെയാണ് റിവേഴ്സിബിൾ ആവണമെങ്കിൽ ഉറപ്പായും സിസ്റ്റം ക്വാസി സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിൽ ആയിരിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ പണ്ട് ഡിസ്കസ് ചെയ്തതാണ്. എന്താണ്? വളരെ പതുക്കെ ആയിരിക്കണം അതിൻ്റെ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ഒക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇനീഷ്യൽ ടു ഫൈനൽ സദാസമയം ഇക്വിലിബ്രിയത്തിലായിരിക്കുകയും ഇക്വിലിബ്രിയത്തിൻ്റെ ഉള്ളിൽ തന്നെ സിസ്റ്റത്തിൻ്റെ മാറ്റങ്ങൾ വളരെ വളരെ പതുക്കെ നടക്കുകയും വേണം. പിന്നെ എന്താണ്? നോ ഡിസിപ്പേറ്റീവ് ഇഫക്ട്സ്. അതായത് ഈ എനർജി ഒന്നും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഫ്രിക്ഷൻ ആയിട്ടും അങ്ങനെയുള്ള എനർജികളൊന്നും നഷ്ടപ്പെട്ടു പോകാനും പാടില്ല. അപ്പോഴേ അത് റിവേഴ്സിബിൾ പ്രോസസ്സ് ആവുള്ളൂ. കാരണം തുടങ്ങിയ അതേ സ്റ്റേറ്റിലേക്ക് സിസ്റ്റവും സറൗണ്ടിങ്സും തിരിച്ചു പോകണമല്ലോ. അപ്പോൾ എനർജി നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ. അപ്പം എന്താണ്? ക്വാസി സ്റ്റാറ്റിക് ഐസോതെർമൽ എക്സ്പാൻഷൻ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ഇൻ എ സിലിണ്ടർ ഫിറ്റഡ് വിത്ത് ഫ്രിക്ഷൻലെസ് മൂവബിൾ പിസ്റ്റൺ ഈസ് എ റിവേഴ്സിബിൾ പ്രോസസ്. ഈ സെന്റൻസിലെ കണ്ടീഷൻസ് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ നിത്യജീവിതത്തിൽ എന്തുണ്ടാവാൻ പോകുന്നില്ല? ഒരു റിവേഴ്സിബിൾ പ്രോസസ്സ് ഉണ്ടാവാൻ പോകുന്നില്ല. പിന്നെ നമ്മളൊരു ഐഡിയൽ കേസിനെ പറ്റിയാണ് പറയുന്നത്. ഈ കേസ് പറയുന്നത് എന്തിനാ വെച്ചാൽ ഏറ്റവും എളുപ്പം അതാണെന്നുള്ളതുകൊണ്ടാണ്. നമ്മൾ ജീവിതത്തിന്റെ ഒരു ആപ്ലിക്കേഷൻ എടുക്കുമ്പോൾ ആ ഐഡിയൽ കേസിൽ നിന്ന് കുറെ നഷ്ടം ഉണ്ടാവും. അപ്പോൾ ആ നഷ്ടങ്ങളൊക്കെ കണക്ക് കൂട്ടിക്കൊണ്ട് വേണം ചെയ്യാൻ. അപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആദ്യം പഠിച്ചു തുടങ്ങുന്ന സ്റ്റെപ്പ് എന്നുള്ള നിലയിലാണ് നമ്മൾ ഈ ഐഡിയൽ കേസിനെ പറ്റി ചർച്ച ചെയ്യുന്നത്. കണ്ടോ, പ്രാക്ടിക്കൽ സിറ്റുവേഷൻ ഇറ്റ് ഇസ് ഡിഫിക്കൾട്ട് ടു ബി എ പ്രോസസ്. ക്വാസി സ്റ്റാറ്റിക് ആവാൻ വലിയ ബുദ്ധിമുട്ടാണ് പ്രോസസ്സിന്. കാരണം ഫ്രിക്ഷൻ ഇല്ലാത്ത, വിസ്കോസിറ്റി ഇല്ലാത്ത, എനർജി ഹീറ്റായി നഷ്ടപ്പെട്ടു പോകാത്ത പ്രോസസ്സുകൾ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ എല്ലായിടത്തും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും മുഴുവനായി എലിമിനേറ്റ് ചെയ്ത് കളയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാ പ്രോസസ്സും, നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്ന എല്ലാ പ്രോസസ്സും ഇറിവേഴ്സിബിൾ ആണ്. പിന്നെ റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുന്ന ഒരു ഐഡിയൽ കണ്ടീഷനാണ്. സ്പോണ്ടേനിയസ് പ്രോസസ് ഓഫ് നേച്ചർ. പ്രകൃതിയിൽ ഉണ്ടാകുന്ന എല്ലാ പ്രകൃതിദത്തമായ പ്രോസസ്സുകളും ഇറിവേഴ്സിബിൾ ആണ്. അങ്ങനെ നമ്മളൊരു ഐഡിയൽ കണ്ടീഷനെ പറ്റി പറയാൻ പോവാണ്. കാർനോട്ട്സ് എഞ്ചിൻ. ഇത് നമ്മുടെ എഞ്ചിനുകളിലൊക്കെ, കാറിൻ്റെയും ബൈക്കിൻ്റെയും അങ്ങനെയുള്ള എഞ്ചിനുകളിലൊക്കെ നടക്കുന്ന പ്രോസസ്സാണ്. ഇതൊരു ഐഡിയൽ കണ്ടീഷനാണ്. ഇതിൽ നിന്ന് കുറച്ച് മാറ്റം വരുത്തിയിട്ടാണ് നമ്മൾ നിത്യജീവിതത്തിൽ ഈ വസ്തു ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഒരു കാർനോട്ട് എഞ്ചിന്റെ പ്രത്യേകതകൾ? ഒരു ഐഡിയൽ എഞ്ചിനാണ്. നമുക്ക് ഒരിക്കലും ഒരു കാർനോട്ട് എഞ്ചിൻ ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. ഇത് ആ സയന്റിസ്റ്റ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു എഞ്ചിനാണ്, അല്ലെങ്കിൽ പറഞ്ഞ ഒരു കാര്യം മാത്രമാണ്, ഉണ്ടാക്കാൻ കഴിയില്ല. ഓപ്പറേറ്റിംഗ് ബിറ്റ്വീൻ 2 ടെമ്പറേച്ചേഴ്സ്. ഉറപ്പായും 2 ടെമ്പറേച്ചറുകളിൽ വർക്ക് ചെയ്യണം. റിവേഴ്സിബിൾ എഞ്ചിൻ ആവണമെങ്കിൽ പ്രോസസ്സ്, അവിടെ അതിനുള്ളിൽ നടക്കുന്ന പ്രോസസ്സ് റിവേഴ്സിബിൾ ആയിരിക്കണം. പ്രോസസ്സ് ക്വാസി സ്റ്റാറ്റിക്കും ആയിരിക്കണം. നമ്മൾ പറഞ്ഞു ക്വാസി സ്റ്റാറ്റിക് ആവണമെങ്കിൽ വളരെ ചെറിയ ടെമ്പറേച്ചർ ഡിഫറൻസേ സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ ഉണ്ടാവാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഹീറ്റ് സറൗണ്ടിങ്സിൽ നിന്ന് അല്ലെങ്കിൽ ഹോട്ട് റിസർവോയറിൽ നിന്ന് ഐസോതെർമലായിട്ട് അതിനെ അബ്സോർബ് ചെയ്യണം. പിന്നെ ഐസോതെർമലായിട്ട് സിങ്കിലേക്ക് കൊടുക്കുകയും വേണം. ഇതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ടു കംപ്ലീറ്റ് എ സൈക്കിൾ. ഒരു ഫുൾ സൈക്കിള് പ്രോസസ്സ് തുടങ്ങണമെങ്കിൽ നമുക്ക് ആദ്യം എവിടെ നിന്ന് തുടങ്ങണം? സിസ്റ്റത്തിനെ ടെമ്പറേച്ചർ T1 നിന്ന് T2 കൊണ്ടുപോകണം ഐസോതെർമലി. പിന്നെ പിന്നെ തിരിച്ച് T2 നിന്നും T1 തന്നെ തിരിച്ചു കൊണ്ടുവരികയും വേണം. അപ്പോഴാണ് ഈ പ്രോസസ്സ് നമ്മൾ റിവേഴ്സിബിൾ എന്ന് പറയുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം പ്രോസസ്സിലൂടെ ഇത് കടന്നു പോകേണ്ടി വരും എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചോദ്യം. അപ്പോൾ റിവേഴ്സിബിൾ എഡയബാറ്റിക് പ്രോസസ്സുകൾ നമ്മൾ ഉപയോഗിക്കും. എന്തിനാണ് എഡയബാറ്റിക് പ്രോസസ്സ് ഉപയോഗിക്കുന്നത്? ഹീറ്റ് എനർജിക്ക് സറൗണ്ടിങ്സിലേക്ക് യാതൊരു നഷ്ടവും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എഡയബാറ്റിക് പ്രോസസ്സുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. എഡയബാറ്റിക് പ്രഷറും വോളിയം ടെമ്പറേച്ചറും മാറും, പക്ഷേ നോ ഹീറ്റ് എനർജി ഈസ് ട്രാൻസ്ഫേർഡ് ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് ദ സറൗണ്ടിങ്സ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എഡയബാറ്റിക്
പ്രോസസ്സ് വേണ്ടി വരും എന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി നമ്മൾ കാർനോട്ട് എഞ്ചിന് ഒരു സ്ഥിരം ചോദ്യമാണ്. ഫസ്റ്റ് ഇയറിൽ ഈ ചോദ്യം ഇല്ലാത്ത ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ടാവില്ല കേട്ടോ. ഈ 4 വാക്കുകൾ ഏതൊക്കെയാണ്? 4 പ്രോസസ് ഓഫ് കാർനോട്ട്സ് എഞ്ചിൻ. ചിത്രം വരയ്ക്കാനും PV ഡയഗ്രം വരയ്ക്കാനും ഈ 4 പേരുകൾ എഴുതാനും ഇതിൻ്റെ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും സ്ഥിരമായ ചോദ്യമാണ്. അപ്പോൾ ഈ പേരുകൾ എന്തായാലും ഓർമ്മിച്ച് വെച്ചോളൂ കേട്ടോ. എന്താണ് ഒന്നാമത്തെ പ്രോസസ്സ്? ഹീറ്റ് ഷുഡ് ബി അബ്സോർബ്ഡ് ഫ്രം ദ ഹോട്ടർ. ഒരു സോഴ്സ് ഉണ്ടാവും, ഒരു വർക്കിംഗ് സബ്സ്റ്റൻസ് ഉണ്ടാവും, ഒരു സിങ്ക് ഉണ്ടാവും. അപ്പോൾ സോഴ്സിൽ നിന്നും അല്ലെങ്കിൽ ഹോട്ട് റിസർവോയറിൽ നിന്നും അത് T1 കെൽവിനിലാണ്. അവിടെ നിന്നും ഈ വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ത് ചെയ്യണം? ഐസോതെർമൽ. വർക്കിംഗ് സബ്സ്റ്റൻസ് എക്സ്പാൻഡ് ചെയ്യണമല്ലോ. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ് നടക്കുക. അപ്പോൾ ഐസോതെർമലി ആണ് ആദ്യത്തെ പ്രോസസ്സ് നടക്കുക. ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ്. പിന്നെ എന്ത് ചെയ്യും? ഈ സിങ്ക് ഈ വർക്കിംഗ് സബ്സ്റ്റൻസ് ഒരു ഹീറ്റും സ്വീകരിക്കാതെ എന്ത് ചെയ്യും? ആ ഓൾറെഡി സ്വീകരിച്ച ഈ ടെമ്പറേച്ചറിൽ നിന്ന് എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും. അതിനാണ് നമ്മൾ അഡിയബാറ്റിക് എക്സ്പാൻഷൻ എന്ന് പറയാം. അങ്ങനെ ഫുൾ എക്സ്പാൻഷൻ കഴിഞ്ഞാൽ പിന്നെ ആ വർക്കിംഗ് സബ്സ്റ്റൻസിനെ സിങ്കിന്റെ മുകളിലേക്ക് എടുത്തു വെക്കും. അപ്പോൾ അത് സിങ്കിലേക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞ് ബാക്കിയുള്ള എനർജി സിങ്കിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യും. അത് ഐസോതെർമൽ കംപ്രഷൻ ആണ്. പിന്നെ സിങ്കിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും ബാക്കിയുള്ള കംപ്രഷന് കൂടി നടക്കും. അപ്പോൾ അവിടെ യാതൊരു എനർജി ഫ്ലോയും നടക്കുന്നില്ല. അതുകൊണ്ട് അതെന്താണ്? അഡിയബാറ്റിക് കംപ്രഷൻ. എന്തൊക്കെയാണ് ഒരു കാർനോട്ട് എഞ്ചിന്റെ പാർട്ടുകൾ? ഒന്ന് സോഴ്സ് വേണം, വർക്കിംഗ് സബ്സ്റ്റൻസും വേണം, സിങ്കും വേണം. സോഴ്സ് ഹോട്ട് ആയിരിക്കണം, T1 കെൽവിൻ ആണ്. സിങ്ക് കോൾഡ് ആയിരിക്കണം, T2 കെൽവിൻ ആണ്. വർക്കിംഗ് സബ്സ്റ്റൻസ് ഐഡിയൽ ഗ്യാസുമാണ്. എന്താണ് വർക്കിംഗ് സബ്സ്റ്റൻസ്? ഒരു സിലിണ്ടറിലാണ് എടുക്കുക. അതിന് നമ്മൾ എളുപ്പത്തിന് വേണ്ടി എന്ത് പറയും? പിസ്റ്റണിന് യാതൊരു ഫ്രിക്ഷനും ഇല്ല, അപ്പോഴല്ലേ റിവേഴ്സിബിൾ ആവുള്ളൂ. ഫ്രിക്ഷൻ ഇല്ലാത്ത പിസ്റ്റൺ ആണ് എന്ന് പറയും. അതുപോലെ തന്നെ പിസ്റ്റണും സിലിണ്ടറിന്റെ സൈഡുകളും ഒക്കെ ഇൻസുലേറ്റിംഗ് ആയിരിക്കണം. അഡിയബാറ്റിക് പ്രോസസ്സ് നടക്കണ്ടേ. താഴെയുള്ള ഒരു ലെയർ മാത്രം എന്തായിരിക്കണം? കണ്ടക്റ്റിങ്ങും ആയിരിക്കണം. ഈ കണ്ടക്റ്റിംഗ് കണ്ടോ? ഡയാതെർമിക് എന്ന് പറഞ്ഞാൽ കണ്ടക്റ്റിംഗ് ആണ്. അഡിയബാറ്റിക് വോൾ എന്ന് പറഞ്ഞാൽ ഇൻസുലേറ്റിംഗ് വാൾസ് ആണ്. അപ്പോൾ സൈഡ്സും പിസ്റ്റണും ഒക്കെ ഇൻസുലേറ്റഡ് ആണ്. താഴെ ഉള്ള ആ ഒരു ലെയർ മാത്രം എന്താണ്? കണ്ടക്റ്റിംഗ് അല്ലെങ്കിൽ ഡയാതെർമിക് വോൾ ആണ്. ഇനി എന്താണ് കാർനോട്ട് സൈക്കിൾ? ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഈ സിലിണ്ടറിനെ, വർക്കിംഗ് സബ്സ്റ്റൻസ് ഉള്ള സിലിണ്ടറിനെ സോഴ്സിന്റെ മുകളിൽ കൊണ്ടുപോയി വെക്കും. അപ്പോൾ ഹീറ്റ് അബ്സോർബ് ചെയ്യും. എത്ര? Q1 ഹീറ്റ് ആണ് അബ്സോർബ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ T1 കെൽവിൻ ആണ്. ഹോട്ട് റിസർവോയറിന്റെ ടെമ്പറേച്ചർ T1 കെൽവിൻ ആണ്. അപ്പോൾ ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ് നടക്കുക. അതായത് ഗ്യാസ് ഐസോതെർമൽ എക്സ്പാൻഷൻ ആയതുകൊണ്ട് തന്നെ ടെമ്പറേച്ചറിൽ യാതൊരു മാറ്റവും ഇല്ല. P1 V1 T1 ടു P2 V2 T1 തന്നെ അതിലേക്കാണ് ഗ്യാസ് മാറുക. അപ്പോൾ ഒരു വർക്ക് ചെയ്യണമല്ലോ, ഐസോതെർമൽ വർക്ക് ചെയ്യുന്ന ആ ഇക്വേഷൻ, ഐസോതെർമലിന്റെ ഇക്വേഷൻ W1ൽ നിന്ന് 2ലേക്ക്. നിങ്ങൾ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണ് W1ൽ നിന്ന് 2ലേക്ക്? ഐസോതെർമലിന്റെ വർക്ക് ഡണിന്റെ ഇക്വേഷൻ ആണത്. μRT ln V2 by V1. μR T1 ln, കാരണം ഇവിടെ ഒരു T ഉള്ളൂ, T1 ln V2 by V1. ഇതാണ് എന്ത്? ഈ വർക്ക് ഡൺ ആണ് Q1. ഇവിടെ ഈ V2 is greater than V1, കാരണം എക്സ്പാൻഷൻ ആണല്ലോ, വോളിയം കൂടുതലല്ലേ. അപ്പോൾ V2 is greater than V1. അപ്പോൾ വർക്ക് ഡൺ എന്താണ്? പോസിറ്റീവ് ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ സിലിണ്ടറിനെ ഒരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിന്റെ മുകളിലേക്ക്, ആദ്യം സിലിണ്ടറിനെ എടുത്ത് സോഴ്സിന്റെ മുകളിൽ വെക്കും, പിന്നെ സിലിണ്ടറിനെ എടുത്ത് ഒരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിന്റെ മുകളിൽ വെക്കും. അപ്പോൾ ബാക്കി ഇനി അവിടെ എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഫ്ലോ ചെയ്യില്ലല്ലോ, ഇൻസുലേറ്റിംഗ് ആയില്ലേ. താഴെ മാത്രമല്ലേ കണ്ടക്റ്റിംഗ് ഉള്ളൂ. അതിനെ പിടിച്ചൊരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിന്റെ മുകളിൽ വെച്ചാൽ ഈ സിലിണ്ടറിന്റെ എല്ലാ ഭാഗവും ഇൻസുലേറ്റഡ് ആയി. അപ്പോൾ പിന്നെ എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഫ്ലോ ചെയ്യില്ല. അപ്പോൾ അവിടെ നടക്കുക അഡിയബാറ്റിക് എക്സ്പാൻഷൻ ആണ്. അതായത് ഓൾറെഡി സ്വീകരിച്ച ആ ഇതുകൊണ്ട്, ഹീറ്റ് കൊണ്ട് എന്ത് ചെയ്യും? വീണ്ടും ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ അവിടെ ടെമ്പറേച്ചർ അഡിയബാറ്റിക് ആണ്. അപ്പോൾ അതുകൊണ്ട് പ്രഷറും വോളിയവും ടെമ്പറേച്ചറും മാറും. എന്തായിട്ട് മാറും? സ്റ്റെപ്പ് 2ൽ നിന്നും 3ലേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും? P2 V2 T1ൽ നിന്നും P3 V3 T2ലേക്ക് ഗ്യാസിന്റെ കണ്ടീഷൻസ്, വേരിയബിൾസ് മാറും. ആ സമയത്ത് ചെയ്യുന്ന വർക്ക് ഡൺ അഡിയബാറ്റിക് എക്സ്പാൻഷൻ ആണ്. അപ്പോൾ അഡിയബാറ്റിക്കിന്റെ വർക്ക് ഡൺ ആണ് എടുക്കേണ്ടത്. അഡിയബാറ്റിക്കിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് ഡണ്ണിനുള്ള ഇക്വേഷൻ എന്താണ്? μR T1 - T2 by gamma - 1. μR T1 - T2 ഇനീഷ്യൽ ടെമ്പറേച്ചർ മൈനസ് ഫൈനൽ ടെമ്പറേച്ചർ ബൈ ഗാമ -1. ഇനി തിരിച്ചു കൊടുക്കണമെങ്കിൽ 1 - ഗാമ എന്ന് കൊടുക്കണം. ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ച് പഠിച്ചു വെച്ചോളൂ. μR T1 - T2 by gamma -1. ഇനി ഇവിടെയോ T1 is greater than T2. അപ്പോൾ വീണ്ടും ഈ വർക്ക് ഡൺ എന്താണ്? പോസിറ്റീവ് ആണ്.
കാരണം എക്സ്പാൻഷൻ നടക്കുമ്പോൾ വീണ്ടും ടെമ്പറേച്ചർ കുറയുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് T2 കുറയുന്നത്. അപ്പോൾ T1 is greater than T2. അപ്പം ഈ വർക്ക് ഡൺ എന്താണ്, W2 to 3 ഈസ് പോസിറ്റീവ്. ഇനി ഈ വാക്ക് തെറ്റിപ്പോയതാണ്. സിലിണ്ടറിനെ ഇനി എന്താണ്, ആദ്യ സിലിണ്ടറിന് സോഴ്സിന്റെ മുകളിൽ വെച്ചു എഡയാബാറ്റിക് അല്ല ഐസോതെർമൽ എക്സ്പാൻഷൻ. പിന്നെ വർക്കിംഗ് സബ്സ്റ്റൻസിനെ എന്തിന്റെ മുകളിൽ വെച്ചു, ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിന്റെ മുകളിൽ വെച്ചു എഡയാബാറ്റിക് എക്സ്പാൻഷൻ. പിന്നെ വർക്കിംഗ് സബ്സ്റ്റൻസിനെ സിങ്കിന്റെ മുകളിൽ കൊണ്ടുവയ്ക്കുന്നു. അപ്പൊ എന്ത് നടക്കും? അപ്പോൾ വീണ്ടും സിങ്ക് അവിടെ കണ്ടക്റ്റിംഗ് സർഫസ് ആണ് ബോട്ടത്തിലുള്ളത്. അപ്പോൾ ആ സിസ്റ്റത്തിൽ നിന്നുള്ള ഹീറ്റ് എങ്ങോട്ട് ഫ്ലോ ചെയ്യും? സിങ്ക് കോൾഡ് ടെമ്പറേച്ചറിലാണല്ലോ, സിങ്കിലേക്ക് ഫ്ലോ ചെയ്യും. അപ്പൊ അവിടെ നടക്കുക എന്താണ്? ഐസോതെർമൽ കംപ്രഷൻ ആണ്. അപ്പൊ ടെമ്പറേച്ചറിന് മാറ്റം ഉണ്ടാവില്ല. അപ്പൊ സിസ്റ്റം എവിടെ നിന്ന് എങ്ങോട്ടേക്ക് പോകും? പ്രഷറും വോളിയം ഒക്കെ മാറും. അപ്പോൾ P3 V3 T2വിൽ നിന്ന് സിസ്റ്റം എങ്ങോട്ടേക്ക് പോകും? P4 V4 T2വിലേക്ക് സിസ്റ്റം പോകും. ഐസോതെർമൽ കംപ്രഷൻ നടക്കും. P3 V3 T2വിൽ നിന്നും P4 V4 T2വിലേക്ക് പോകും. വീണ്ടും വർക്കിംഗ് സബ്സ്റ്റൻസിനെടുത്ത് പഴയ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിന്റെ മുകളിൽ തന്നെ കൊണ്ടുവയ്ക്കാം. അപ്പോൾ ഓൾറെഡി എന്ത് സംഭവിക്കും? ബാക്കിയുള്ള കംപ്രഷനും കൂടി നടക്കും. പക്ഷെ ഹീറ്റ് എനർജി ഒന്നും ഫ്ലോ ചെയ്യുന്നില്ല, പുറത്തേക്ക് പോകുന്നില്ല. അപ്പൊ എഡയാബാറ്റിക് കംപ്രഷൻ ആണ് നടക്കുക. അപ്പൊ മൂന്നാളും മാറും, പ്രഷറും വോളിയവും ടെമ്പറേച്ചറും മാറും. എന്തായിട്ട് മാറും? P4 V4 T2വിൽ നിന്നും എന്തായിട്ട് മാറും? P3 V3 T2വിൽ നിന്നും P4 V4 T2വിൽ നിന്നും എങ്ങോട്ടേക്ക് മാറും? ഫസ്റ്റത്തെ കണ്ടീഷനിലേക്ക് തന്നെ മാറും. എന്താണ്? P1 V1 T1ലേക്ക് തന്നെ മാറും. അപ്പൊ ആദ്യം ഐസോതെർമൽ കംപ്രഷന്റെ ഇത് നോക്കാം, വർക്ക് ഡൺ നോക്കാം. മൂന്നാമത്തെ സ്റ്റെപ്പിലുള്ള ഐസോതെർമൽ കംപ്രഷൻ. ആദ്യം ഐസോതെർമൽ എക്സ്പാൻഷൻ, പിന്നെ എഡയാബാറ്റിക് എക്സ്പാൻഷൻ, പിന്നെ ഐസോതെർമൽ കംപ്രഷൻ, പിന്നെ എഡയാബാറ്റിക് കംപ്രഷൻ. ഐസോതെർമൽ കംപ്രഷന്റെ വർക്ക് ഡൺ നോക്കാം. W3 to 4 ആണ് അല്ലെ. μR T എന്നുള്ളടത്ത് T2 എന്ന് പറഞ്ഞാൽ LN ഫൈനൽ വോളിയം ബൈ ഇനീഷ്യൽ വോളിയം. അപ്പൊ V4 by V3. പക്ഷെ V4 ഇവിടെ കംപ്രഷൻ ആണ് നടക്കുന്നത്. അപ്പൊ ഫൈനൽ വോളിയം കുറയല്ലേ ചെയ്യാം. അപ്പൊ V4 by V3 എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ് വരിക. അതുകൊണ്ട് V4 is less than V3. കണ്ടോ? സോ വർക്ക് ഡൺ ഈസ് നെഗറ്റീവ്. അടുത്ത സ്റ്റെപ്പ് ഏതാണ്? വീണ്ടും കംപ്രഷൻ ആണ്. പ്ലേസ് ദ സിലിണ്ടർ ഓൺ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്. അപ്പൊ ബാക്കി കംപ്രഷൻ കൂടി നടക്കും. അപ്പൊ അഡയാബാറ്റിക് കംപ്രഷൻ ആണ് നടക്കുക. എവിടെ നിന്ന് എങ്ങോട്ടാ നടക്കുക? P4 V4 T2വിൽ നിന്നും P1 V1 T1ലേക്ക് നടക്കും. അപ്പോൾ അതിനുള്ള വർക്ക് ഡൺ എങ്ങനെ കാണാം? μR T2 അല്ലെ, ഇനീഷ്യൽ ടെമ്പറേച്ചർ മൈനസ് ഫൈനൽ ടെമ്പറേച്ചർ ആണല്ലോ, T2 മൈനസ് T1 ബൈ ഗാമ മൈനസ് 1. വീണ്ടും T2 ഈസ് ലെസ് ദാൻ T1. അപ്പൊ എന്ത് സംഭവിക്കും? ഇത് നെഗറ്റീവ് ആണ്. അപ്പൊ ഈ നാലാമത്തെ വർക്ക് ഡൺ എന്താണ്? നെഗറ്റീവ് ആണ്. ഇനി ഇതാണ് അതിന്റെ ഇൻഡിക്കേറ്റർ ഡയഗ്രാം. കണ്ടോ? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ ഡയഗ്രാം മാത്രം ചോദിക്കാറുണ്ട്. PV ഡയഗ്രാം വരയ്ക്കാം. ആദ്യത്തെ ഒരു പോയിന്റ് P1 V1 T1, രണ്ടാമത്തെ പോയിന്റ് P2 V2 T1, മൂന്നാമത്തെ പോയിന്റ് P3 V3 T2, നാലാമത്തെ പോയിന്റ് P4 V4 T2. വരയ്ക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? P1 P2 P3 P4 ഒക്കെ P1 നോക്കൂ, ഈ പോയിന്റ് ആണ്. V1 എന്ന് പറയുന്നത് ആദ്യത്തെ വോളിയം ആണ്. T1 നമ്മൾ കാണിക്കാത്തത് കൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇനി അടുത്ത് P2. ഇവിടെ നടക്കുന്നത് എന്താണ്? എഡയാബാറ്റിക് അല്ല, ഇവിടെ നടക്കുന്നത് എന്താണ്? ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ്. അപ്പൊ വോളിയം കൂടും, പ്രഷർ കുറയും, ടെമ്പറേച്ചറിന് യാതൊരു മാറ്റവും ഇല്ല. അതുകൊണ്ടാണ് അതിന് എഴുതിയത്. ഇപ്പൊ വോളിയം കൂടി, കണ്ടോ? എവിടെ എത്തി? V2വിലെത്തി. പ്രഷർ കുറഞ്ഞു, കണ്ടോ? ഇവിടെ ഉണ്ടായിരുന്ന P1ൽ നിന്ന് പ്രഷർ അങ്ങോട്ടേക്ക് കുറഞ്ഞു. ഇനി മൂന്നാമത്തത് ഇവിടെ എന്താ നടക്കുക? അഡയാബാറ്റിക് എക്സ്പാൻഷൻ ആണ് നടക്കുക. മൂന്നാളും മാറി, P3 V3 T2 ആയി. അപ്പൊ P3 എക്സ്പാൻഷൻ ആണല്ലോ, വീണ്ടും വോളിയം കൂടുകയാണ് ചെയ്യുക. കണ്ടോ? അതാണ് V2 ഈ പോയിന്റിൽ നിന്നും V3 ഈ പോയിന്റിലേക്ക് വോളിയം കൂടി. വീണ്ടും പ്രഷർ കുറഞ്ഞു, കണ്ടോ? ഈ പോയിന്റ് P2വിൽ നിന്നും പ്രഷർ എങ്ങോട്ട് കുറഞ്ഞു? P3യിലേക്ക് കുറഞ്ഞു. ഇനി അടുത്തത് എന്താ നടക്കുക? ഐസോതെർമൽ കംപ്രഷൻ ആണ് നടക്കുക. അപ്പൊ പ്രഷർ വോളിയം കുറയും, പ്രഷർ കൂടും അല്ലെ. ടെമ്പറേച്ചറിന് ഒരു മാറ്റവും ഇല്ല. അപ്പൊ വോളിയം കുറഞ്ഞു, കണ്ടോ? ഇവിടെ ഉണ്ടായിരുന്ന V3 ഇവിടെ ഉണ്ടായിരുന്ന V4 ഈ പോയിന്റിലേക്ക് കുറഞ്ഞു. പ്രഷറോ? പ്രഷർ കൂടി, P3യേക്കാൾ പ്രഷർ കൂടി, കണ്ടോ? കംപ്രഷൻ അല്ലേ, P3യേക്കാൾ പ്രഷർ കൂടി. ഇനി അവസാനത്തെ അഡയാബാറ്റിക് കംപ്രഷൻ ആണ്. അപ്പൊ എന്ത് സംഭവിക്കും? വോളിയം കുറയും, പ്രഷർ ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് തന്നെ തിരിച്ചു പോകും, കണ്ടോ? ആ സ്റ്റേറ്റിലേക്ക് തന്നെ തിരിച്ചു പോകും. അപ്പൊ അതാണ് ഇൻഡിക്കേറ്റർ ഡയഗ്രാം. അതിനെ ആരോ മാർക്ക് നമ്മൾ പോകുന്ന ആ ഡയറക്ഷനിലാണ് ആരോ മാർക്ക് ഇട്ടിരിക്കുന്നത്. ആദ്യത്തത്, രണ്ടാമത്തത്, മൂന്നാമത്തത്, നാലാമത്തത്.
ഇനി ഇതിന്റെ എല്ലാം കൂടി കാർനോട്ട് സൈക്കിൾ ഫോർ എ ഹീറ്റ് എഞ്ചിൻ വിത്ത് ആൻ ഐഡിയൽ ഗ്യാസ് ആസ് എ വർക്കിംഗ് സബ്സ്റ്റൻസ് ടോട്ടൽ വർക്ക് ഡൺ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. എന്താണ് 4 വർക്ക് ഡൺ ഇല്ലേ? എഡയബാറ്റിക് ഐസോതെർമൽ എക്സ്പാൻഷന്റെ വർക്ക്, എഡയബാറ്റിക് എക്സ്പാൻഷന്റെ വർക്ക്, ഐസോതെർമൽ കംപ്രഷന്റെ വർക്ക്, എഡയബാറ്റിക് കംപ്രഷന്റെ വർക്ക്. നമ്മൾ എഴുതിയ 4 ഇക്വേഷനും കൂടി ഇവിടെ എടുത്ത് വളരെ ശ്രദ്ധിച്ച് ഒരു ടേമും വിട്ടു പോവാതെ മാറിപ്പോവാതെ എഴുതുക. ഞാൻ ഇത് വായിക്കുന്നില്ല, കൺഫ്യൂഷൻ ആവണ്ട വിചാരിച്ചിട്ടാണ്. ആ 4 എണ്ണം മാറ്റി എഴുതി. അതിൽ നോക്കൂ, അവസാനത്തെ ഇക്വേഷൻ അവസാനത്തെ ടേമിന് മാത്രം നമ്മൾ പ്ലസ് എന്നുള്ളതിൽ അവിടെ എന്താക്കി മൈനസ് എന്നാക്കി കൊടുത്തു. അപ്പോൾ T2 - 1 എന്തായിട്ട് മാറി? T1 - 2 ആയിട്ട് മാറി. നിങ്ങൾ നോക്കിയാൽ കാണാം രണ്ടാമത്തെ ടേമും നാലാമത്തെ ടേമും ഈക്വലും, ഒന്ന് പ്ലസും ഒന്ന് മൈനസും ആണ്. അപ്പോൾ അത് രണ്ടും ക്യാൻസൽ ചെയ്തു. ഇനി ഒന്നാമത്തെ ടേമും മൂന്നാമത്തെ ടേമും കൂടി ആഡ് ചെയ്യുക. അതാണ് ടോട്ടൽ വർക്ക് ഡൺ. μr T1 ln V2 by V1 plus μr T2 ln V4 by V3. ഇതാണ് വർക്ക് ഡൺ. ഇനി നമ്മൾ അതിനെ ഒന്നും കൂടി ചെറുതാക്കാൻ പറ്റുമോ എന്ന് നോക്കാം. എഫിഷ്യൻസി ഈറ്റ എന്താണ്? എഫിഷ്യൻസി ഓഫ് എ ഹീറ്റ് എഞ്ചിൻ എന്താണ്? W by Q1 ആണ്. ആ ഇക്വേഷൻ ഓർമ്മ വേണം കേട്ടോ. W by Q1 ആണ്. അപ്പൊ W ഇതാ ഈ ഇക്വേഷൻ ഇവിടെ എടുത്ത് എഴുതി. ബൈ Q1 എന്നുള്ളതിൽ Q1 എന്ന് പറയുന്ന ആരാണ്? ആദ്യത്തെ കഷ്ണത്തിലുള്ള വർക്ക് ഡൺ ആണ്. കാരണം ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ്. ഐസോതെർമൽ എക്സ്പാൻഷൻ ആകുമ്പോൾ എന്താണ്? ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു എന്നുള്ള ആണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആവുക ഐസോതെർമലിന്. അപ്പോൾ ഡബ്ല്യു എന്നുള്ളതിന് ക്യൂ തന്നെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആ ഫസ്റ്റ് ടേമിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. കണ്ടോ? മ്യൂ ആർ ഒക്കെ ക്യാൻസൽ ചെയ്യും. T1 ln V2 by V1 plus T2 ln V4 by V3 by T1 ln V2 by V1. ശ്രദ്ധിച്ചെഴുതണം. 1, 2, 3കളൊന്നും മാറിപ്പോകാതെ ശ്രദ്ധിച്ചെഴുതണം. എഴുതി പഠിച്ചാലേ എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. സ്ഥിരം ചോദിക്കുന്ന ഡെറിവേഷൻസ് ആണ്. അപ്പോൾ നോക്കിയാൽ കാണാം ഡിനോമിനേറ്ററും ഡിനോമിനേറ്ററിലും കോമൺ ടേംസ് ഉണ്ട്. അപ്പോൾ 1 പ്ലസ് T2 ln V4 by V3 by T1 ln V2 by V1 എന്ന് കിട്ടും. ഇനി ഇതിനെ ഒന്ന് തിരിച്ചെഴുതാം. V4 by V3 എന്നുള്ളതിനെ V3 by V4 എന്ന് എഴുതണമെങ്കിൽ ഒരു മൈനസ് സൈൻ ഉണ്ടാവും. അപ്പൊ അതാണ് ഈ മൈനസ് ഇവിടെ വന്നത്. 1 പ്ലസ് എന്നുള്ളത് 1 മൈനസ് എന്നായി. എന്തിനാണ് അങ്ങനെ എഴുതിയതെന്ന് വെച്ചാൽ അതിനെ ഒന്നുകൂടി ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ സംഭവം സ്റ്റെപ്സ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാവുള്ളൂ. രണ്ടാമത്തെ പ്രോസസ്സ് എന്താണ്? എഡയബാറ്റിക് എക്സ്പാൻഷൻ ആണ്. അപ്പോൾ എഡയബാറ്റിക് എക്സ്പാൻഷനിൽ നമ്മൾ ആ ഇക്വേഷൻ എഴുതാം. ടിയും വിയും തമ്മിലുള്ള ഇക്വേഷൻ ആണ് എഴുതേണ്ടത്. കാരണം നമ്മുടെ ഉദ്ദേശം ഈ സ്റ്റെപ്പിനെ സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ്, ഈ എഫിഷ്യൻസി സ്റ്റെപ്പിനെ. അപ്പോൾ ഇവിടെ ടിയും വിയും ആണുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ആ ഇക്വേഷൻ എടുക്കുന്നത്. എന്താണ് ഇക്വേഷൻ? T1 V2 raised to gamma minus 1 is equal to T2 V3 raised to gamma minus 1. അതിൽ നിന്ന് V2 V3 ഭാഗത്തേക്ക് എഴുതാം. is equal to T2 by T1 എന്ന് കിട്ടും. നാലാമത്തെ സ്റ്റെപ്പ് പ്രോസസ്സ് എന്താണ്? എഡയബാറ്റിക് കംപ്രഷൻ ആണ്. വീണ്ടും അതിനുള്ള അതേ ഇക്വേഷൻ എഴുതാം. T2 V4 raised to gamma minus 1 is equal to T1 V1 raised to gamma minus 1 എന്ന് കിട്ടും. അതുപോലെ തന്നെ T2 ടെമ്പറേച്ചറിന്റെ ടേംസിൽ എഴുതാം. അപ്പൊ നിങ്ങൾ നോക്കിയാൽ കാണാം ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം T2 by T1 തന്നെയാണ് രണ്ടിലും ഒരു ഭാഗത്തുള്ളത്. അപ്പൊ മറ്റേ രണ്ട് ഭാഗങ്ങളെ നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. V2 by V3 raised to gamma minus 1 is equal to V1 by V4 raised to gamma minus 1 എന്ന് കിട്ടും. അല്ലെങ്കിൽ ഗാമ മൈനസ് 1 ഒക്കെ ക്യാൻസൽ ചെയ്യും. V2 by V3 is equal to V1 by V4 or V2 by V1 is equal to V3 by V4. നമ്മൾ ആ എഫിഷ്യൻസിന്റെ ഇക്വേഷൻ നമുക്ക് വളരെ എളുപ്പമായി ഇനിയത് എഫിഷ്യൻസിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1 മൈനസ് V3 by V4 പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? V2 by V1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നോക്കൂ, ആ നാച്ചുറൽ ലോഗുള്ള ആ ഫംഗ്ഷൻ കട്ട് ചെയ്തു, ln എന്നുള്ള ഫംഗ്ഷൻ ആയിട്ട് കട്ട് ചെയ്തു. ബാക്കി മാത്രമേ ഉണ്ടാവും. ഈറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് T2 by T1. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. കാർനോട്ട് എഞ്ചിന്റെ എഫിഷ്യൻസി കാണിച്ചിട്ട് പ്രോബ്ലംസ് ചോദിക്കും. ഈ ഇക്വേഷൻസ് ഓർമ്മ വേണം. ഇനി ഇത് ഭയങ്കര കൺഫ്യൂഷൻ ആണ്, ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ തോന്നുകയാണെങ്കിൽ 4 പ്രോസസ്സ് ഏതൊക്കെയാണെന്ന് പഠിക്കുക. PV ഡയഗ്രാം പഠിക്കുക. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ 4ഉം കൂടി കൂട്ടുന്നതാണെന്ന് പഠിക്കുക. ഈ ഇക്വേഷൻസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഇത് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം? എഫിഷ്യൻസിക്കുള്ള ഇക്വേഷൻ ഇതുവരെ എഴുതാം. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇക്വേഷൻസ് ഇതുവരെ T2 T1ന്റെ ടേംസിൽ ln V2 V3 V4 V1 ടേംസിൽ അതിനെഴുതാം. അടുത്ത പാർട്ട് ഇതാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ടാവുക. അഡയബാറ്റിക് പ്രോസസ്സിലേക്കുള്ള ഈ ചേഞ്ച് ആണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ടാവുക. അപ്പൊ ഇത് മാത്രം എഴുതിയാൽ മതി. എന്നാല് പഠിക്കാൻ പറ്റുന്നവർ പഠിച്ചോളൂ കേട്ടോ, അല്ലാത്തവരോടാണ് പറയുന്നത്. അഡയബാറ്റിക് പ്രോസസ്സ് ആയതുകൊണ്ട് ഈ സ്റ്റെപ്പ് എഴുതാം. എന്നിട്ട്
സോ അവസാനത്തെ ഈ സ്റ്റെപ്പ് എഴുതിയാൽ മതി. എന്ത്? v1/v2 അല്ലെങ്കിൽ v2/v1 is equal to v3/v4 എന്ന് എഴുതുക. ഓൺ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഫൈനൽ സ്റ്റെപ്പ് എഴുതുക. എന്നിട്ട് ഇത് ഓർത്ത് വയ്ക്കുക, ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? 1 - t2/t1 മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുണ്ടാവും. ഇനി നമ്മളിപ്പോൾ ഹീറ്റ് എഞ്ചിന്റെ കഴിഞ്ഞു. ഇനി റിവേഴ്സിബിൾ റെഫ്രിജറേറ്ററിനെ പറ്റി നോക്കാം. ആൻഡ് ഹീറ്റ് പമ്പ്. എന്താണ് റിവേഴ്സിബിൾ റെഫ്രിജറേറ്ററിന്റെ പെർഫോമൻസ് കോയിഫിഷ്യന്റിനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ആൽഫ ഇസ് കോയിഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ്. ആൽഫ ഇസ് ഈക്വൽ ടു Q2. റെഫ്രിജറേറ്റർ എപ്പോഴും Q2 കൂട്ടാനാണ് നോക്കുക. അതുകൊണ്ടാണ് Q2/W അല്ലെങ്കിൽ അപ്പോൾ Q2/W, അതുകൊണ്ടാണ് Q2/Q1 - Q2 എന്ന് എഴുതിയത്. അപ്പോൾ അതിനെ ടെമ്പറേച്ചറിന്റെ ടേംസിൽ എഴുതിയാൽ ആൽഫ ഇസ് ഈക്വൽ ടു T2/T1 - T2. ഈ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. റെഫ്രിജറേറ്റർ ആയിട്ട് പ്രോബ്ലം ചോദിച്ചാൽ ഈ ഇക്വേഷൻ ആണ് എഴുതേണ്ടത് കേട്ടോ. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഇനി നോക്കൂ, ഹീറ്റ് പമ്പിന് നേരെ തിരിയും. അതുകൊണ്ട് ഈ 3 ഇക്വേഷൻ ഓർമ്മ വേണം. ഹീറ്റ് എഞ്ചിന്റെ, റെഫ്രിജറേറ്ററിന്റെ, ഹീറ്റ് പമ്പിന്റെ. എന്താണ് ഹീറ്റ് പമ്പിന്റെ ആൽഫ? Q1 കൂട്ടാനാണ് ഹീറ്റ് പമ്പ് നോക്കുക. അപ്പൊ Q1/W, Q1/Q1 - Q2, അതായത് T1/T1 - T2. എന്താണ് മാക്സിമം എഫിഷ്യൻസി? നമ്മൾ കണ്ടതാണ്. ഒരിക്കലും അത് എന്താവില്ല, 100% എഫിഷ്യന്റ് ആവില്ല ഒരു എഞ്ചിനും. നോക്കാം. ഈറ്റ ഇസ് ഈക്വൽ ടു 1 - Q2/Q1 അല്ലെങ്കിൽ ഈറ്റ ഇസ് ഈക്വൽ ടു 1 - T2/T1. അപ്പൊ എഫിഷ്യൻസി മാക്സിമം ആവണമെങ്കിൽ എന്താവണം? T2 ഒന്നെങ്കിൽ 0 ആവണം, അത് പോസിബിൾ അല്ല. അല്ലെങ്കിൽ T1 ഇൻഫിനിറ്റി ആവണം, അതും പോസിബിൾ അല്ല. സോ 100% എഫിഷ്യൻസി ഈസ് നോട്ട് പോസിബിൾ ഫോർ കാർനോട്ട്സ് എഞ്ചിൻ. അടുത്ത കാർനോട്ടിന്റെ തിയർ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്, ഒന്നുകൂടി പറയാം. വർക്കിംഗ് ബിറ്റ്വീൻ 2 given temperatures T1 Kelvin and T2 Kelvin of the hot and cold reservoirs respectively, no engine can have efficiency more than that of Carnot engine. നമ്മൾ കാർനോട്ട് എഞ്ചിൻ തന്നെ ഐഡിയൽ കേസ് ആണ്. ഫ്രിക്ഷൻ ഇല്ലാതെയാണ് നമ്മളിത് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അപ്പോൾ കാർനോട്ട് എഞ്ചിനേക്കാൾ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനും ഉണ്ടാവില്ല, അതായത് ഐഡിയൽ കേസ് ആയിട്ടുള്ള ഒരു എഞ്ചിനും ഉണ്ടാവില്ല എന്നുള്ളതാണ് കാർനോട്ടിന്റെ തിയർ. Efficiency of Carnot engine is independent of the nature of working substance. Carnot engine നമ്മൾ ഐഡിയൽ ആയിട്ട് എടുത്തത് കൊണ്ടാണ് എന്താവുന്നത്? ഇൻഡിപെൻഡന്റ് ഓഫ് നേച്ചർ ഓഫ് വർക്കിംഗ് സബ്സ്റ്റൻസ് ആവുന്നത്. ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഈ ചിത്രം കണ്ടോ? PV ഡയഗ്രാം ആണ്. കാർനോട്ട് എഫിഷ്യൻസി ഓഫ് കാർനോട്ട് എഞ്ചിൻ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ABCD ഓർമ്മ വേണം. P1 V1 T1. ഇവിടെ എന്താണ്? P2 V2 T1 ആണ്. പിന്നെ P3 V3 T2, ഇവിടെ P4 V4 T2. അപ്പോൾ സിങ്ക് T1 എന്ന് പറയുന്നത് സോഴ്സിന്റെ ഹോട്ട് ഇതിന്റെ ടെമ്പറേച്ചർ ആണ്, 500 ഉണ്ടാവും കെൽവിൻ. T2 എന്ന് പറയുന്നത് സിങ്കിൻ്റെതാണ്, 350 കെൽവിൻ. എഫിഷ്യൻസി ഈറ്റ ഇസ് ഈക്വൽ ടു 1 - T2/T1. ആ ഇക്വേഷൻ ഓർമ്മ വേണം, അതാണ് പറഞ്ഞത്. ഇനി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. 1 - 500/350 ചെയ്താൽ 0.3 എന്ന് കിട്ടും. അല്ലെങ്കിൽ 100 ചെയ്യുമ്പോൾ അല്ല ഇൻറ്റു 100 ചെയ്യുമ്പോൾ 30% എഫിഷ്യൻസി എന്ന് കിട്ടും. അപ്പോൾ അതോടുകൂടി നമ്മൾ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ ചാപ്റ്ററുമായിട്ട് കാണാം. താങ്ക് യു.